ഇതിനെ സമഗ്രമായിട്ട് ഈ പ്രശ്നത്തെ നമ്മൾ കാണണം. പക്ഷേ പലപ്പോഴും ഈ കാരിയറുകൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഉറവിടം തേടി കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട്. അത് തെറ്റാണ്. ഇതൊക്കെ ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എക്സൈസ് സംസ്ഥാനത്തിനകത്താണല്ലോ പ്രവർത്തിക്കാൻ കഴിയുക. എന്നിട്ടും നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് ഉറവിടം തേടി നമ്മൾ അൻഡമാനിലെത്തിയില്ലേ? അൻഡമാനിൽ കേരള എക്സൈസ് പോയിട്ടല്ലേ 100 കോടിയുടെ ബങ്കറിൽ ഒളിപ്പിച്ച മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയതും നശിപ്പിച്ചതും. ഇന്ന് രാവിലെ പിടിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മുടെ ഇൻ്റലിജൻസ് ഇൻപുട്ടാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ കുറച്ച് കാലം 2-3 മാസം മുമ്പ് മൂക്കൻ ഷാജി എന്ന ഒരു കുപ്രസിദ്ധ മയക്കുമരുന്ന് കുറ്റവാളിയെ തമിഴ്നാട്ടിൽ പോയി സാഹസികമായിട്ട് നമ്മുടെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം കാണിച്ചിരുന്നു. അപ്പോൾ കേരള എക്സൈസിന് അതിൻ്റെ അധികാരപരിധിക്കകത്ത് നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറവിടം വരെ എത്തുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ എല്ലാ ഏജൻസികളും ഏകോപിപ്പിച്ചാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കേണ്ടത്. ഒന്നുമല്ല, നോക്കൂ, ഇതിൽ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ അസംബ്ലി പറഞ്ഞ കാര്യമാണ്. രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. ഒരു പ്രതികരണവും വന്നിട്ടില്ല. കേരളത്തിലെ എംപിമാരോട് എനിക്ക് പറയാനുള്ളത്, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് ചെയ്യേണ്ടത്. നിയമത്തിൽ ഭേദഗതി വരുത്തണം. നമ്മൾ ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. ഏറ്റവും കൂടുതൽ ശിക്ഷാനിരക്കുള്ള സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് താരതമ്യേന പിടിക്കുന്ന മയക്കുമരുന്നിൻ്റെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ മയക്കുമരുന്നിൻ്റെ അളവ് കുറവാണ്. 60 കോടിയുള്ളൂ. 25,000 കോടിയാണ് ഇന്ത്യയിൽ പിടിച്ചത്. 25,000 കോടിയാണ് ഇന്ത്യയിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ ഗൗരവത്തെ കുറച്ച് കാണുകയല്ല. പക്ഷേ കേരളത്തിൽ ആകെ വ്യാപിച്ചു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഗൗരവമായിട്ട് നമ്മൾ കാണണം. ഒരു തരത്തിലും ഇതിനെ ലാഘവത്തോടെ കാണുന്നില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു വലിയ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചത്. ആ ജനകീയ ക്യാമ്പയിൻ തുടരും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ വേണം. ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷം ഇതിൽ നിന്ന് സർക്കാരിനെതിരെ 4 പറഞ്ഞ് എന്ത് ലാഭം ഉണ്ടാക്കാം എന്നല്ല ശ്രമിക്കേണ്ടത്. അത് ഉത്തരവാദിത്വമുള്ളൊരു പ്രതിപക്ഷത്തിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല എന്ന് ഞാൻ വിനീതമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാണ് ഇതിനെ ചെറുക്കേണ്ടത് എന്ന് പ്രതിപക്ഷത്തോടും ഓർമ്മിപ്പിക്കുകയാണ്. ലഹരി വലിയ വിപത്ത് തന്നെ എന്ന് പറയുകയാണ് മന്ത്രി എം പി രാജേഷ്. സംഘർഷങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. പ്രതിപക്ഷമടക്കം ഇതിനകത്ത് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രതികരണങ്ങൾ നടത്തുകയല്ല വേണ്ടത്. യോജിച്ച പ്രവർത്തനങ്ങളാണ് ആവശ്യം. ഇതിൽ കേരളത്തിൽ നിന്ന് പിടികൂടുന്ന ലഹരി കേസുകളിൽ അതിൻ്റെ ഉറവിടം തേടി മറ്റിടങ്ങളിലേക്കൊക്കെ നടത്തിയ അന്വേഷണത്തെക്കുറിച്ചുകൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.